സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അതും മായയത്രേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യനെക്കുറിച്ചും ആഡംബരപ്രിയനായ അഥവാ ഐശ്വര്യപ്രിയനായ ഒരു മനുഷ്യനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ അന്തർഗതമാണ് നാം ഇവിടെ കാണുന്നത്. ദ്രവ്യാഗ്രഹിക്ക് എത്ര തന്നെ ധനം ലഭിച്ചിട്ടും തൃപ്തി വരുന്നില്ല. ആഡംബരപ്രിയന് അഥവാ ഐശ്വര്യപ്രിയന് എത്ര തന്നെ ആദായം ലഭിച്ചിട്ടും തൃപ്തി വരുന്നില്ല. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന ഒരു തിന്മയാണ്. ദൈവത്തെ മറന്ന് സ്വന്തം കഴിവുകൾ കൊണ്ട് ഈ ഭൂമിയിൽ എല്ലാം നേടിയെടുത്ത് സ്വാർത്ഥ ചിന്തയോടെ ജീവിക്കുന്ന അനുഭവം. അങ്ങനെയുള്ളവരെക്കുറിച്ച് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് ഉത്ബോധിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് ഇത് നാം കാണുക. ഏതു മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നവും കൊണ്ട് സുഖം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയം വച്ചുള്ള പ്രയത്നം, ഇത് നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് കാരണമായിത്തീരുന്നു. മനുഷ്യൻ്റെ ജീവിതം ധന്യമാക്കുന്നത് യഥാർത്ഥമായ ലക്ഷ്യം മനസ്സിലാക്കുമ്പോഴാണ്, അത് തിരിച്ചറിയുമ്പോഴാണ്, അത് ഗ്രഹിക്കുമ്പോഴാണ്. ലക്ഷ്യമില്ലാത്ത ഓട്ടമാണ് ഇന്ന് നാം ഈ ലോകത്തിൽ കാണുന്നത്. എല്ലാവരും ഓടുകയാണ്. ധനം സമ്പാദിക്കാനുള്ള വ്യഗ്രത. എത്ര തന്നെ ചിലർക്ക് സമ്പാദിച്ചിട്ടും തൃപ്തി വരുന്നില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് സഭാപ്രസംഗിയിലൂടെ ദ്രവ്യപ്രിയർക്കും ആഡംബരപ്രിയർക്കും നൽകുന്ന ഉപദേശം ഒന്നു നിൽക്കുക, ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലാം നാം അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ദ്രവ്യാഗ്രഹവും അതുപോലെ തന്നെ ആഡംബരപ്രിയവും ഒക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്നാണ് വചനം ചോദിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അഥവാ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മെ ന്യായവിധിയിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞുപോയ ജീവിതയാത്രയിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം. വ്യത്യസ്തമായ ലക്ഷ്യവും അവയിലേക്കുള്ള പ്രയാണവും നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ന്യായത്തിലേക്കാണോ? നന്മയിലേക്കാണോ? അനുഗ്രഹത്തിലേക്കാണോ? ആശീർവാദത്തിലേക്കാണോ?
അതോ ന്യായവിധിയിലേക്കാണോ? ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കുമെന്ന് വചനം പറയുന്നു. നാം നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ ദ്രവ്യാഗ്രഹം ഒരു തടസ്സമാണ്. ന്യായത്തിൻ്റെ പാതയിൽ നടക്കുവാൻ, സത്യമാർഗത്തിൽ സഞ്ചരിക്കുവാൻ ആഡംബരപ്രിയം ഒരു തടസ്സമാണ്. ലളിത ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.